തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ എറണാകുളത്തേക്ക് വരികയാണ്. അവിടെ പ്രശ്നം കുടിവെള്ളം തന്നെയാണ്. അമൃത് പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചതിന് ശേഷമാണ് മട്ടാഞ്ചേരിയിലെ പ്രശ്നം കൂടുതൽ സങ്കീർണമായത്. പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയാണ് ഈ പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചത്. പക്ഷെ അപ്പോഴേക്കും പ്രതിസന്ധി ഇരട്ടിയായി എന്നാണ് നാട്ടുകാരുടെ പരാതി. പണ്ട് ലഭിച്ചിരുന്ന വെള്ളം പോലും ഇപ്പോൾ കിട്ടുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു. വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് ഉപരോധിച്ചിട്ടും ഒരു രക്ഷയുമില്ല, ഒരു ഫലവുമില്ല. ഞങ്ങളുടെയൊക്കെ വെള്ളമൊന്നും വന്നില്ല. എത്രയോ നാളായി വെള്ളം വന്നിട്ട് എങ്ങനെ വെള്ളം കുടിക്കും? 5:45 വന്നു കഴിഞ്ഞാൽ ഒരു 6-6:15 ആകുമ്പോൾ ഇത് ഞങ്ങൾക്ക് കിട്ടണില്ല. We complained about that as well, and the authorities, the assistant engineer said she would look into the matter. ഈ ലൈൻ പോകുന്ന ഈ കാണയിൽ കൂടെ പൈപ്പ് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പൊട്ടിയിരിക്കണം എങ്ങനെയൊന്നും നമുക്കറിയില്ല. നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ സൗകര്യം പോലെ എപ്പോഴെങ്കിലും വരും. മട്ടാഞ്ചേരിയിലെ 1, 5, 6 എന്നീ വാർഡുകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി പ്രശ്നപരിഹാരത്തിന് നാട്ടുകാർ മുട്ടാത്ത വാതിലുകളില്ല. കൈക്കുഞ്ഞുങ്ങളും വൃദ്ധരും കിടപ്പുരോഗികളും അടക്കം നിരവധി പേരാണ് ദുരിതമനുഭവിക്കുന്നത്. ഇവിടെ ഈ വെള്ളത്തിന് ക്ഷാമം വന്നപ്പോൾ ഇവിടെ എങ്ങും വെള്ളം വന്നില്ലെങ്കിൽ ഈ പൈപ്പിൽ വരും. ഇവിടെ എല്ലാ ആൾക്കാരൊക്കെ 2-3 കുടം വെള്ളം കൊണ്ടുപോകും. ഈ പൈപ്പ് വലിച്ചതിന് ശേഷം ഈ പൈപ്പിന് എന്ത് പറ്റിയെന്ന് മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി. ഞങ്ങള് പൊതുവെ ഇപ്പൊ ഇടയ്ക്കൊക്കെ കുപ്പിവെള്ളം വാങ്ങിക്കും. മറ്റേ വലിയ കുപ്പിയില്ലേ, അത് വാങ്ങിക്കും. പിന്നെ മോട്ടർ ഉണ്ട്, പക്ഷെ അടിച്ചാലും വെള്ളം കയറണില്ല. ഇങ്ങനെയുണ്ട് ഒരു സ്ഥലവും കണ്ടിട്ടില്ല. ആ സ്ഥലത്ത് അപ്പുറത്തൊക്കെ നല്ലപോലെ ചാടി വന്നു വെള്ളം. എന്താണ് ഇവിടെ വരാത്തത്? എന്ത് കാരണം അറിയാൻ പാടില്ല. അമൃത് പദ്ധതിയുടെ പേരും പറഞ്ഞ് വീടുകളിൽ പൈപ്പുകൾ സ്ഥാപിച്ചു. ടാപ്പുകൾ തുറന്നാൽ വെള്ളത്തിന് പകരം വായു മാത്രം കൃത്യമായി ലഭിക്കുന്നുണ്ട്. മുൻപ് സ്പെഷ്യൽ പമ്പിങ്ങും വാട്ടർ ബൂസ്റ്റിംഗും ഉണ്ടായിരുന്നു. അപ്പോൾ കുടിവെള്ളത്തിനും പ്രശ്നമുണ്ടായിരുന്നില്ല. എന്നാൽ ഈ നടപടികൾ നിർത്തിയതിനു ശേഷം ടാങ്കറുകളിൽ വീടുകളിലേക്ക് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും വെള്ളം എത്തിക്കേണ്ട ഗതികേടാണ്. ആഴ്ചയിൽ 3 ദിവസം സ്പെഷ്യൽ പമ്പിങ്, അതായത് 12 മണി മുതൽ ഒരു 4 മണി വരെയുള്ള പമ്പിങ്ങിൽ ഞങ്ങൾക്കിവിടെ ആഴ്ചയിൽ 3 ദിവസത്തെ ആ സ്പെഷ്യൽ പമ്പിങ്ങിൽ വെള്ളം ലഭിച്ചു. പാഴൂർ പദ്ധതി കൊച്ചിയിലേക്ക് പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈ സ്പെഷ്യൽ സംവിധാനം മാറ്റിയിട്ട് സ്പെഷ്യൽ പമ്പിങ്ങിൻ്റെ സമയം മാറ്റി ഞങ്ങൾക്ക് ബൂസ്റ്റിംഗ് എന്നുള്ളൊരു സംവിധാനം നിലവിൽ കൊണ്ടുപോകും. കുടം വെക്കേണ്ട താമസമുള്ളൂ, അപ്പോൾ തന്നെ ഞങ്ങൾക്ക് നിറയും. അങ്ങനെയുള്ളൊരു സംവിധാനത്തിലാണ് വെള്ളം ലഭിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളാരും ആ സ്പെഷ്യൽ പമ്പിംഗ് സംവിധാനം നിർത്തിയതിനെ എതിർത്തില്ല. അമൃത് പദ്ധതിയിൽ ഇവിടെ എല്ലാ വീടുകളിലും പൈപ്പ് കണക്ഷൻ കൊടുത്തത്. അതിനുശേഷം ഈ വന്നിരുന്ന ഞങ്ങൾക്ക് ലഭിച്ചിരുന്ന വെള്ളം എവിടെ പോയിന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് എല്ലാവരും മോട്ടോർ വെച്ച് ഉപയോഗിക്കുക, അതാണ് പരിഹാരം വന്നത്. അപ്പോൾ എല്ലാവരും വീടുകളിൽ മോട്ടോർ ഘടിപ്പിച്ചു കഴിഞ്ഞപ്പോഴുള്ള സംവിധാനം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ബില്ലും കൂടുന്നു, വാട്ടർ ബില്ലും കൂടുന്നു, വെള്ളം മാത്രം കിട്ടില്ല. അല്പാൽപമായി ലഭിക്കുന്ന കുടിവെള്ളത്തിൽ പോലും മലിനജലം കലരുന്നുണ്ട് 1-ാം വാർഡിൽ. ലീക്കുകൾ ഉണ്ട് എന്ന് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുമ്പോഴും നടപടിയുണ്ടാകുന്നില്ല. മുൻപ് പൈപ്പ് ലൈനുകൾ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള മരങ്ങളുടെ വേരുകൾ നീക്കം ചെയ്തതിനു ശേഷവും പ്രശ്നം തുടരുകയാണ്. പൈപ്പ് ലൈനിൽ നിന്ന് മോട്ടോർ വെച്ച് വെള്ളമെടുക്കണമെന്ന് ചില ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു. ഇപ്പോൾ കറണ്ട് ബില്ലും വാട്ടർ ബില്ലും കൊടുക്കേണ്ട അവസ്ഥ. പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും പൈപ്പ് ലൈൻ വഴി ഇവർക്ക് ലഭിക്കുന്നില്ലെന്നാണ് പരാതി. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.